തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ നേടിയ ചില ചിത്രങ്ങൾ OTTയിൽ എത്താൻ വൈകുന്നു. നിർമ്മാതാക്കൾ ആ സിനിമകൾ OTTക്ക് നൽകാത്തതാണോ, അതോ OTTയും ആ സിനിമകൾ വേണ്ടെന്ന് വെക്കുകയാണോ? ഒരു പിടി മലയാള സിനിമകൾ തിയേറ്ററിലെ മോശം പ്രതികരണങ്ങൾ കാരണം ഇപ്പോഴും TVയിലും OTTയിലും വരാതെ എവിടെയോ തങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ അതിന്റെ കാരണം തപ്പി നടക്കുകയാണ് സോഷ്യൽ മീഡിയ. 2023 തിയേറ്ററിൽ ഇറങ്ങിയ നിവിൻ പോളി ചിത്രം ബോസ് ആൻഡ് കോ 2 വർഷമായിട്ടും ഒരു OTT പ്ലാറ്റ്ഫോമിലും എത്തിയിട്ടില്ല. തിയേറ്ററിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ചിത്രമാണിത്. എന്നാലും നിവിൻ പോളി ആരാധകർ ഇപ്പോഴും ആ ചിത്രത്തിന്റെ OTT റിലീസിന് കാത്തിരിക്കുകയാണ്. ബോസ് ആൻഡ് കോയുടെ സംവിധായകനായ ഹനീഫ് അദേനിയുടെ പുതിയ ചിത്രം മാർക്കോ തിയേറ്ററുകളിലും OTTയിലും വമ്പൻ വിജയം നേടിയതോടെ ഈ സിനിമയും ഒന്ന് കണ്ടു നോക്കണമെന്ന് തോന്നുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. അതേ വർഷം പുറത്തിറങ്ങിയ സിനിമയാണ് ദിലീപ് നായകനായി എത്തിയ ബാന്ദ്ര. തിയേറ്ററുകളിൽ നിന്നും വാഷ് ഔട്ടായി പോയ ഈ ചിത്രവും ഇതുവരെയും ഒരു OTTയും ഏറ്റെടുത്തിട്ടില്ല. ദിലീപിന്റെ തന്നെ അടുത്ത വർഷം പുറത്തിറങ്ങിയ തങ്കമണിക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. തിയേറ്ററുകളിൽ ഒരാഴ്ച പോലും ഓടാൻ കഴിയാതെ ചിത്രം വമ്പൻ പരാജയം ഏറ്റുവാങ്ങി. സൈന സൗത്തിൽ ചിത്രം പുറത്തിറങ്ങുമെന്ന് ഒരിടയ്ക്ക് കേട്ടിരുന്നുവെങ്കിലും ഇതുവരെ നടന്നിട്ടില്ല. 2025 തമിഴ് സൂപ്പർ ഡയറക്ടർ ഗൗതം വാസുദേവ് മേനോൻ മമ്മൂട്ടിയെ നായകനാക്കി മലയാളത്തിൽ ഒരുക്കിയ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രവും ഇതുവരെ OTTയിൽ എത്തിയിട്ടില്ല. തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണം നേടിയ ചിത്രം ഒരിക്കൽ ആമസോൺ പ്രൈമിൽ എത്തുന്നു എന്ന രീതിയിൽ ചില വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും ഇതുവരെ എവിടെയും ചിത്രം എത്തിയിട്ടില്ല. പിന്നീട് പുറത്തിറങ്ങിയ ബസൂക്ക തിയേറ്ററിൽ മികച്ച വിജയം നേടാനാകാതെ പോയെങ്കിലും OTTയിൽ എത്തിയാൽ വ്യത്യസ്തമായ പ്രതികരണം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ചിത്രം ഇതുവരെയും OTTയിൽ എത്തിയിട്ടില്ല. കലൂർ ഡെന്നീസിന്റെ മകൻ ഡീനോ ഡെന്നീസാണ് ബസൂക്ക സംവിധാനം ചെയ്തത്. ഏറെ പ്രതീക്ഷകളോടെ തിയേറ്ററിലെത്തിയ ചിത്രത്തിന് നിരവധി നെഗറ്റീവ് കമന്റ്സ് ആണ് ലഭിച്ചത്. ചിത്രം C5ൽ എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയും ഒരു പ്ലാറ്റ്ഫോമിലും ബസൂക്ക റിലീസ് ചെയ്തിട്ടില്ല. അടുത്തത് മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രമാണ്. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത ഈ റൊമാന്റിക് ചിത്രം തിയേറ്ററുകൾ സമ്മിശ്ര പ്രതികരണമാണ് നേടിയത്. ബോക്സ് ഓഫീസിലും വലിയ നേട്ടം കൈവരിക്കാൻ ചിത്രത്തിന് സാധിച്ചിരുന്നില്ല. എന്നാൽ OTTയിൽ ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്ന നിരവധി ആളുകളുണ്ടെന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാം. ഇനിയും നിരവധി ചിത്രങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ എങ്ങും എത്താതെ തടസ്സപ്പെട്ടു നിൽക്കുന്നുണ്ട്. തിയേറ്ററിലെ പരാജയം മാത്രമാണോ ഈ സിനിമകളുടെ OTT മുഖം തിരിക്കാൻ കാരണമെന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം തിയേറ്ററിൽ വിജയം നേടാനാകാതിരുന്ന പല ചെറിയ സിനിമകളും OTTയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവ OTT റിലീസിന് ശേഷം മികച്ച പ്രേക്ഷക പ്രതികരണവും നേടുന്നുണ്ട്. പെരുമാനി, അഭിഹിതം തുടങ്ങിയ ചിത്രങ്ങൾ ചില ഉദാഹരണം മാത്രം. ബോക്സ് ഓഫീസിൽ വൻ പരാജയമല്ലാത്ത താരതമ്യേന അത്യാവശ്യം കളക്ഷൻ നേടിയ ബസൂക്കയ്ക്കും ഡൊമിനിക്കിനും OTT ലഭിച്ചിട്ടില്ലെന്നാണ് മറ്റൊരു കാര്യം. എന്തായാലും ഈ സിനിമകൾ OTTയിൽ എത്തുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.